ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നല്ല ദൈവം നമുക്ക് വീണ്ടും ഒരു അവസരം തന്നിരിക്കുകയാണ്. അവിടുന്ന് നമുക്ക് കനിഞ്ഞു നൽകിയ ഈ ജീവിതത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയുമ്പോൾ, ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മെ പരാജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകള്, ആകുലതകള് ദൈവവചനത്തിന്റെ ശക്തിയാല് ദൈവമേ അതിനെ മറികടക്കുവാൻ കൃപ തരണമേ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രഭാഷണ പുസ്തകം 42:15 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. നമുക്കറിയാം, ദൈവത്തിന്റെ അതിർത്തിൽ നിന്ന് കടന്നു വന്ന ഓരോ വാക്കും അത് എന്തുദ്ദേശത്തോടെ കടന്നു വന്നോ ആ ഉദ്ദേശം സാധ്യതമാക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വചനമായ ക്രിസ്തു വചനമായിട്ട് ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ വചനത്തിന്റെ ശക്തിയാല് നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ തകർച്ചയിൽ കൊണ്ടുപോകുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ ശക്തമായിട്ടുള്ള ദൈവത്തിന്റെ വചനം, ആ വചനത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. കാരണം ജെറമ്യാ പ്രവാചന പുസ്തകം 23:29 പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലയോ. ദൈവമായ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. കാരണം യെശയ്യാകുന്ന വചനം നമ്മളെ ഒരിക്കലും കൈവിടാത്ത വചനമാണ്. എവിടെ വചനം പ്രസംഗിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ ശക്തി വലിയ അത്ഭുതമായിട്ട് കടന്നു വരുന്നുണ്ട്. കാരണം പ്രഭാഷണ പുസ്തകം 42:20 പറയുന്നുണ്ട്, ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും ദൈവസന്നിധിയിൽ മറഞ്ഞിരിക്കുന്നതല്ല. കാരണം എവിടെയെല്ലാം ദൈവത്തിന്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവോ അവിടെയെല്ലാം വലിയ കാരുണ്യം, വലിയ അഭിഷേകം, വലിയ സൗഖ്യം, വലിയ വിടുതല് നമ്മളൊക്കെ കാണുന്നവരാണ്. ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, ദൈവമേ വചനമാകുന്ന വിത്ത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തില്, എന്റെ സമർപ്പണ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തില് യേശുവിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ നല്ല ദിവസം ദൈവമായ കർത്താവ് നമ്മളെ അനുവദിക്കണം, അനുഗ്രഹിക്കണം. കാരണം മാറ്റമില്ലാത്ത ആകാശം ഭൂമി കടന്നു പോയാലും ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റം വരികയില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ പാതയിൽ പ്രകാശമായിട്ട് എന്നും കൂടെ ഉണ്ടാകും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം, തൃത്വ കൂട്ടായ്മയുടെ വലിയ കൃപ, യേശുനാമത്തിന്റെ ശക്തി, വചനത്തിന്റെ കൊട്ട കിട്ടി ഇന്നത്തെ ദിവസം മുഴുവനും നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മളുമായിട്ട് കടന്നു പോകുന്ന ഓരോ മേഖലകളിലും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തരും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.